പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം ആകയാൽ ചേതാമെന്നെ ലാഭം അന്യരെന്നെ ലോകമാതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പാലുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതി സാന്തുതന്മാരും രക്തസാക്ഷികള സ്നേഹിതരും സ്വാഗതം ചെയ്യും മകൾ സദസ്സിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സദൃശവാക്യം 22-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ പിതാക്കന്മാരിട്ടിരിക്കുന്ന അതിർവരമ്പ് മാറ്റരുത് എന്നൊരു ചിന്തയാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും സ്വർണം കുഴിച്ചെടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. ഭൂമിക്കടിയിൽ സ്വർണ്ണ നിക്ഷേപമുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്ന ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഇവർക്കിടയിൽ തോമസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയോടും മകനോടൊപ്പം ജീവിച്ചിരുന്നു. അവരും സ്വർണം കുഴിച്ചെടുക്കുന്ന വേലയിൽ ആയിരുന്നെങ്കിലും തനിക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. ചില മാസങ്ങൾക്ക് ശേഷം താനും സ്വന്തമായി കുറേ സ്ഥലം വാങ്ങി അതിന് ചുറ്റും വേലികൾ കെട്ടി സുരക്ഷിതമാക്കി. എന്നിട്ട് തൻ്റെ സ്ഥലത്ത് സ്വർണമുണ്ടോ എന്നറിയുവാൻ ഖനനം ചെയ്തുകൊണ്ടിരുന്നു. അടുത്തുള്ള ഗ്രാമക്കാർ തങ്ങളുടെ ഭൂമിയിൽ ഖനനം ചെയ്ത് സ്വർണം കണ്ടെത്തുവാൻ തുടങ്ങി. അവർ ധനവാന്മാരായി. പുതിയ വീടുകൾ, കാറുകൾ ഒക്കെ സ്വന്തമാക്കി. എന്നാൽ തോമസ് തൻ്റെ ഭൂമിയിൽ ഖനനം ചെയ്തിട്ടും ഒന്നും ലഭിച്ചില്ല. ചില ദിവസങ്ങൾക്ക് ശേഷം ഭൂമി കുഴിച്ചപ്പോൾ ചെറിയൊരു സ്വർണ്ണക്കട്ട കിട്ടി. അങ്ങനെ 2 പ്രാവശ്യം ലഭിച്ചു. തോമസ് തൻ്റെ ജോലിയിൽ വ്യാപൃതനായി. ഭൂമി കൈമാറ്റം ചെയ്യാതെ അതിൽ തന്നെ കുഴിച്ചുകൊണ്ടിരുന്നു. നാളുകൾ കഴിഞ്ഞു. താൻ വൃദ്ധനായപ്പോൾ തൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ നീ വേണം നമ്മുടെ ഭൂമിയിൽ കുഴിച്ച് സ്വർണം കണ്ടെത്തുവാൻ. അങ്ങനെ ചുമതല മകനെ ഏൽപ്പിച്ചു. എന്നാൽ മകൻ്റെ ചിന്താഗതി മറ്റൊന്നായിരുന്നു. ഇത്രയും കാലം പിതാവ് വാങ്ങിയ ഭൂമി കുഴിച്ചിട്ട് 2 പ്രാവശ്യമേ ആയിട്ട് ചെറിയ 2 സ്വർണ്ണക്കട്ടകളാണ് കിട്ടിയത്. ഇവിടെ വീണ്ടും കുഴിച്ചിട്ട് പ്രയോജനമില്ല എന്ന് കരുതി പിതാവ് അറിയാതെ മകൻ സ്ഥലം കൈമാറ്റം ചെയ്തു. മറ്റൊരു ഭൂമി വാങ്ങി അവിടെ കുഴിക്കുവാൻ തുടങ്ങി. ചില ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്വർണ്ണക്കട്ട ലഭിച്ചു. ഈ സമയം പിതാവ് റേഡിയോയിൽ ഒരു വാർത്ത കേട്ടു. താൻ സ്വന്തമായി വാങ്ങിയ ഭൂമിയിൽ വലിയ സ്വർണ്ണ നിക്ഷേപമുള്ളതായി കേട്ടു. ഭാര്യയെ വിളിച്ച് സന്തോഷം പ്രകടമാക്കി. ഈ സമയത്ത് മകൻ തനിക്ക് ലഭിച്ച സ്വർണവുമായി പിതാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ പിതാവ് മകനോട് പറഞ്ഞു, മോനെ, നാം ഇത്രയും നാൾ അധ്വാനിച്ചിട്ടും ഫലം കണ്ടെത്തിയില്ല എന്നുള്ള നിരാശയിൽ ആയിരുന്നു. ഇപ്പോൾ റേഡിയോയിൽ വന്ന വാർത്ത നമ്മുടെ ഭൂമിയിൽ ധാരാളം സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന്. പെട്ടെന്ന് മകന് തല കറങ്ങുന്ന പോലെ തോന്നി.
മകൻ ഒരിടത്ത് ഇരുന്ന് ഭൂമി കൈമാറിയ വിവരം പിതാവിനോട് അറിയിച്ചിരുന്നില്ല. ഒടുവിൽ പിതാവിനോട് മകൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിതാവിൻ്റെ ഹൃദയം പൊട്ടിപ്പോകും എന്ന് തോന്നത്തക്ക നിലയിൽ പിതാവ് കസേരയിലിരുന്നു. അപ്പോൾ ആരോ വാതിൽ മുട്ടുന്ന ശബ്ദം. കതക് തുറന്ന് നോക്കിയപ്പോൾ തങ്ങളുടെ ഭൂമി വാങ്ങിയ വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഭൂമി ഇത്രയും കാലം നിങ്ങൾ കുഴിച്ചതിനാൽ എനിക്ക് കാര്യങ്ങൾ എളുപ്പമായി. ധാരാളം സ്വർണം കണ്ടെത്തുവാൻ സാധിച്ചു. ആകയാൽ ഈ ഭൂമിയിലുള്ള സ്വർണം നമുക്ക് ഇരുവർക്കും കൂടെ ഉള്ളതാണ്. പകുതി നമുക്കെടുക്കാം. ഇത് കേട്ടപ്പോൾ പിതാവിന് സന്തോഷമായി. മകൻ ഓടിച്ചെന്ന് ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് നന്ദി അറിയിച്ചു. പ്രിയ ശ്രോതാക്കളെ, ദൈവവചനം പറയുന്നത് പോലെ പിതാക്കന്മാരിട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ മാറ്റരുത്. നമുക്ക് തൽക്കാലം നന്മകളായി ഒന്നും ലഭിച്ചില്ല എങ്കിലും നിരാശപ്പെടരുത്. ദൈവം തന്ന അവകാശങ്ങളെ നിസ്സാരമായി കാണരുത്. ഇന്നല്ല അല്ലെങ്കിൽ നാളെ ദൈവം അനുഗ്രഹ സമൃദ്ധിയിലേക്ക് നമ്മളെ നടത്തും. ദൈവം തന്നത് ഏൽപ്പിക്കുന്നതുമായ വിഷയങ്ങളെ നാം കാത്തുകൊണ്ടാലും പിൻതലമുറയ്ക്ക് അത് നിസ്സാരമായി തോന്നി പലത് പ്രവർത്തിക്കും. അങ്ങനെ പിതാക്കന്മാരുടെ അവകാശങ്ങളെ വിറ്റഴിച്ച് ധൂർത്തപുത്രനെ പോലെ അനേകരായി തീർന്നിട്ടുണ്ട്. സ്വന്തം അവകാശ ഭൂമിയിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ എന്തെന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ് കാരണം. ആകയാൽ പിതാക്കന്മാരിട്ടിരിക്കുന്ന അതിർവരമ്പുകളെ മാറ്റാതെ വിശ്വാസത്താൽ യാത്ര ചെയ്യുക. അത് ആത്മീയ ഗോളത്തിലാണ് ഇന്ന് കൂടുതലും കാണപ്പെടുന്നത്. പിതാക്കന്മാരിട്ടിരിക്കുന്ന ഉപദേശങ്ങളെ വിറ്റ് പുതിയ ഉപദേശങ്ങളും ആയി അനേകരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിലൂടെ നാം കടന്നു പോകുന്നത്. ആകയാൽ ജാഗ്രതയുള്ളവരായി പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് വാഗ്ദത്തങ്ങളെ അവകാശമാക്കാനുള്ള തത്രപ്പാടിൽ യാത്ര തുടരാം. ദൈവമായ കർത്താവ് ഏവരെയും അതിനുവേണ്ടി ഒരുക്കിയെടുക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.